ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ഈ സീസൺ 6 ഇനി എന്താണ്. ഇനി വരുന്ന ആഴ്ചയിൽ മിക്കവാറും നമ്മൾ ഈ പറയുന്നത് പോലെ മണി ബോക്സ് ടാസ്ക് ആയിരിക്കും. നമ്മൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരാഴ്ച എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം തന്നെ മിക്കവാറും മണി ബോക്സ് ടാസ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ ഇതുവരെയും മണി ബോക്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചിട്ടില്ല. എന്നാൽ ഈ ഒരാഴ്ച തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പറയുന്ന പണപ്പെട്ടി എത്താനുള്ള സകല ചാൻസും ഉണ്ട്. അത് മിക്കവാറും ഈ ഒരു സീസണിൽ എന്തെങ്കിലുമൊക്കെ ടാസ്കുകളിലൂടെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ കൊടുത്തു തന്നെ ആയിരിക്കും മിക്കവാറും വെക്കുന്നത്. കാരണം ഈ ഒരു സീസൺ 6 എത്തി എല്ലാ കണ്ടസ്റ്റൻസിലും അതല്ലെങ്കിൽ കുറച്ച് കണ്ടസ്റ്റൻസ് നമുക്കറിയാം, സായി, അതുപോലെ നന്ദന, സിജോ, ഇവരൊക്കെ ഈ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് കുറെ സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ബിഗ് ബോസിന് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ധാരണകളും ഉണ്ട്. അപ്പം ചെറിയൊരു രീതിയിൽ എങ്കിലും പോസിബിൾ ഒരാൾക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെടുത്തോണ്ട് പോകും, ആരൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ബിഗ് ബോസിന് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഏതെങ്കിലും ഒരു രീതിയിൽ ഇതൊന്ന് മാറ്റി പിടിക്കാനുള്ള സകല ചാൻസുമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്ലാനുകളെല്ലാം തകർത്തുകൊണ്ട് ഒരു ടെസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും ബിഗ് ബോസിന്റെ ഈ ഒരു പണപ്പെട്ടി ടാസ്ക് ഈ ഒരാഴ്ച നടത്താൻ പോകുന്നത്. നമുക്ക് സായി എടുക്കുമോ എന്നതൊക്കെ ആയിരിക്കും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. കാരണം സായിയാണ് ഈ ഒരു പണപ്പെട്ടി എടുക്കാനുള്ള എല്ലാ പ്ലാനുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാൾ എടുക്കണമെന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നന്ദനയ്ക്ക് വേണ്ടിയായിരുന്നു അത് വെച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് നന്ദന എടുക്കണമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ നന്ദന ഓൾറെഡി എവിറ്റായി പോയത് കൊണ്ട് തന്നെ നന്ദനയ്ക്ക് വേണ്ടി സായി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ട് വന്നാൽ മാത്രമേ സായി എടുക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബോസ് ഓൾറെഡി ഇതെല്ലാം കേട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ഏത് രീതിയിലായിരിക്കും ഒരു ടെസ്റ്റ് കൊണ്ടിരുന്നത് എന്ന് അറിയാനാണ് ഞാനും കാത്തിരിക്കുന്നത്. മിക്കവാറും സായിനെ എവിക്റ്റ് ആക്കാതെ അവിടെ നിർത്തിയതും ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് കൊണ്ടുവരുത്താൻ വേണ്ടി തന്നെയാണ്. കാരണം സായിയെ പോലെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പണപ്പെട്ടിയിൽ എന്തെങ്കിലും ടെസ്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ബിഗ് ബോസിന് സാധിക്കത്തുള്ളൂ. കാരണം സായി അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ കണ്ടസ്റ്റൻസിനും ഒന്നും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഓരോ കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്കറിയാം. കാരണം നമുക്ക് ഓരോ കണ്ടസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ കപ്പടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു പണപ്പെട്ടി എടുക്കണമെന്ന് പുള്ളിക്ക് താല്പര്യമില്ല. ജാസ്മിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അത്യാവശ്യം നല്ല പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിനും ഇതിനോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. പിന്നെ അഭിഷേകനാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യമൊന്നും പുള്ളിക്കും താല്പര്യമില്ല. പുള്ളിക്കും എത്രത്തോളം മുന്നോട്ട് പോകുക അത്രത്തോളം മുന്നോട്ട് പോകണമെന്നാണ്. ഋഷിയും പറയുന്നുണ്ട്. ഋഷി കൺഫ്യൂസഡ് ആണെന്നുണ്ടെങ്കിലും കപ്പടിക്കണമെന്ന രീതിയിലാണ് ഋഷിയും പോകുന്നത്. അർജുന് ചെറിയ രീതിയിൽ താല്പര്യമുണ്ടെങ്കിലും മാക്സിമം മുന്നോട്ട് പോകണം, കപ്പടിക്കണമെന്ന രീതിയിലാണ്. ശ്രീതു അതുപോലെയൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ശ്രീതുവിനെ നമുക്കൊരു സംശയത്തിന്റെ നിലയിൽ നിർത്താൻ പറ്റും. പിന്നെയുള്ളത് നമ്മുടെ നോറയാണ്. നോറയ്ക്കും താല്പര്യമില്ല എന്ന് ഓൾറെഡി ഇന്നലത്തെ ആ ഒരു സീക്രട്ട് റൂമിന് ഉള്ളിലിരുന്ന സംസാരത്തിനിടയിൽ നമുക്ക് മനസ്സിലായി. ഇനി എടുക്കുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോ ഒന്നും ഇതിനോട് വലിയ താല്പര്യങ്ങളില്ല. പിന്നെ സായി മാത്രമാണ് ഇത് എടുക്കണം. സിജോയും പറയുന്നുണ്ട്. സിജോയ്ക്ക് പക്ഷേ പണപ്പെട്ടി എടുക്കണമെന്നൊന്നുമില്ല. സിജോയ്ക്ക് മാക്സിമം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. സായി മാത്രമാണ് ഇതിൽ പണപ്പെട്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ന ഫിഗർ വന്നു കഴിഞ്ഞാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അത് എന്തിനാണെന്ന് നമ്മളോടൊക്കെ പറയുന്നുണ്ട്. അപ്പം സായിക്ക് അത് എടുക്കാൻ സാധിക്കുമോ? അപ്പം സായിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു പണപ്പെട്ടി ഈ ഒരു സീസൺ 6ലേക്ക് വരാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു ടെസ്റ്റും. സായിയെ കൊണ്ട് എങ്ങനെ എടുപ്പിക്കാതിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ബിഗ് ബോസ് കളിക്കുന്നത്. അതിനെ വെട്ടിച്ച് സായിക്ക് എങ്ങനെ ഈ ഒരു പണപ്പെട്ടി എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിലൊരു ടെസ്റ്റ് ഉണ്ടാകുമോ, എന്തെങ്കിലും ടാസ്കുകൾ കൊടുത്ത് സായിക്ക് അത് എടുക്കാതിരിക്കാനുള്ള വഴികൾ ബിഗ് ബോസ് തന്നെ തുറന്നു കൊടുക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു ടെസ്റ്റ് തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ച മിക്കവാറും നടക്കാൻ പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം, സായിക്ക് ആ ഒരു പണപ്പെട്ടി എടുക്കാൻ സാധിക്കുമോ അതോ ബിഗ് ബോസിന്റെ ടെസ്റ്റ് തന്നെ ആയിരിക്കുമോ ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.